പല ആൾക്കാരും ചോദിച്ചു ലൈക്ക് what is the necessity, like എന്താണ് മാം ഈ 1 മണിക്കൂറിൽ പറയാൻ പോകുന്നത്, like what is the session about എന്ന് ചോദിച്ചു. ഇൻഫാക്ട് ഇങ്ങനെ ഒരു സെഷൻ ലോജിക്കുമായിട്ട് പ്ലാൻ ചെയ്യാൻ തന്നെ വലിയൊരു കാര്യമുണ്ട്. എല്ലാവർക്കും അറിയാം CA exam which was proposed to be conducted on May 21st or May 22nd postpone ചെയ്തു. That too indefinitely ആണ് postpone ചെയ്തത്. So students ചോദിക്കാറുണ്ട് മെസ്സേജ് അയച്ച് എപ്പോഴാണ് മാം എക്സ്പെക്റ്റഡ് ഡേറ്റ്, ഈ എക്സാം നടക്കുവോ, ഓർ കഴിഞ്ഞ വർഷം പോലെ നവംബർ എക്സാമുമായിട്ട് മെർജ് ചെയ്യുവോ, ഞങ്ങളിപ്പം ഈ ഗ്രൂപ്പ് കോൺസെൻട്രേറ്റ് ചെയ്യണോ, ഓർ നവംബറിൽ പ്ലാൻ ചെയ്ത ഗ്രൂപ്പ് കോൺസെൻട്രേറ്റ് ചെയ്യണോ. ഇനി CA അതിൽ ഒരു കുട്ടി ഉണ്ടായിരുന്നു ലൈക്ക് ഐ ഹാവ് ബീൻ സ്റ്റഡിങ് ഫോർ ലാസ്റ്റ് 1 year, എഴുതാൻ പറ്റിയില്ല, ഇനിയിപ്പം ഞാൻ CA ചെയ്യണോ, യുനോ ഇങ്ങനത്തെ കുറെ ക്വറീസ് വന്നായിരുന്നു. സോ ഐ തോട്ട് എല്ലാവർക്കും ഓപ്പൺലി അഡ്രസ് ചെയ്യാം. ആൻഡ് വാട്ട് ഐ പ്ലാൻ ടു ഡു ഇസ് ഫസ്റ്റ് ഒരു 20 minutes, അത്ര എടുക്കത്തില്ല എന്നാലും ഫസ്റ്റ് ഒരു 20 minutes ഐ വിൽ ബി സേയിങ് എൻ്റെ സൈഡിൽ നിന്നുള്ള എനിക്ക് തോന്നിയ സർട്ടൻ ടിപ്സും സ്ട്രാറ്റജിയും, മെയിൻലി വിത്ത് റെസ്പെക്ട് ടു ഈ പറഞ്ഞ മെയ് എക്സാം പോസ്റ്റ്പോൺഡ് എപ്പോൾ കണ്ടക്ട് ചെയ്താലും അപ്പം, പ്ലസ് ഫോർ November 21 എക്സാം. അത് മനസ്സിലായോ? Can you say yes if you understood? That's my first thing. Yes. Second and the main thing is we will have an interactive session. You 20 minutes കഴിഞ്ഞിട്ട് we will have an interactive session wherein you people might be having some doubt. If it is possible for me to clear, I'm very happy to clear your doubts with respect to എന്താ പറയാ ഗ്രൂപ്പ് ആണോ, like how to study ആണോ. If you have some issues you can share. നമുക്ക് അത് എത്രത്തോളം പറ്റുമോ അത്രത്തോളം സൊല്യൂഷൻ ഉണ്ടാക്കാൻ ശ്രമിക്കാം. Is that okay? Can I first start with my small tips? തുടങ്ങട്ടെ? Yes ma'am. See, ഒരു മാർച്ച് എൻഡ്, like March 31st or April 1st week, നല്ല ഓർമ്മയുണ്ട്, എല്ലാവരും വെളിയിൽ പോകുന്നുണ്ട്, election was happening, everyone was having routine, കുറേയൊക്കെ routine life പോലെ ആയായിരുന്നു. Not 100% but still almost ആയായിരുന്നു. But ഒരു 1 week കഴിഞ്ഞിട്ട്, from April 5th April 6th 1 week കഴിഞ്ഞിട്ട് back to what we were last year മാത്രമല്ല അതിനേക്കാളും അപ്പുറത്താണ്. ഈ ഒരു 1 weekലാണ് ഇത്രയും സംഭവിച്ചത്. സോ എല്ലാവർക്കും അറിയാം അൺസർട്ടനിറ്റി ഇസ് ദയർ. സോ സ്റ്റുഡൻസ്, ICI എക്സാം മാറ്റി വെച്ചത്, ഐ മീൻ പോസ്റ്റ്പോൺ ചെയ്തത്, ഡോണ്ട് ടേക്ക് ഇറ്റ് ഇൻ എ നെഗറ്റീവ് സെൻസ്. യു നോ വൈ? നമുക്ക് രണ്ടെണ്ണവാ. വൺ സൈഡ് യു ഹാവ് യുവർ CA, ആ 2 ലെറ്റേഴ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാം കഷ്ടപ്പെടുന്നത്. Another side you have your family, your personal life, നിങ്ങളുടെ ഹെൽത്ത്. ഇത് രണ്ടും വേ ചെയ്യുമ്പം കുറച്ചെങ്കിലും CA ആണ് പ്രാധാന്യം, അല്ലെന്നല്ല, കുറച്ചെങ്കിലും നമ്മളുടെ മറ്റേ സൈഡ് അപ്പർ ഹാൻഡിൽ വരൂല്ലേ? ഒരു യെസ് നോ? ഡോണ്ട് യു എഗ്രി വിത്ത് മീ? സോ സ്റ്റുഡൻസ് പറയുന്നത് മാം ലാസ്റ്റ് അറ്റംപ്റ്റ് ഞങ്ങൾക്ക് എഴുതാൻ പറ്റിയില്ല, അന്ന് കണ്ടെയ്ൻമെന്റ് സോൺ ആയിരുന്നു, എക്സാം വന്നിട്ട് കൊണ്ടുവച്ചത് കുറച്ച് ദൂരത്തെ ഇൻ എ പ്ലേസ് വേർ വി കുഡന്റ് ഗോ, നവംബർ എക്സാം. സോ മെയില് വിചാരിച്ചു ഇരുന്നതാ, മെയിലും പോയല്ലോ. സി സ്റ്റുഡൻസ്, നമ്മളൊക്കെ ഏജ് അത്രയ്ക്കും ഇല്ല, 19, 20, 21, 20s ആയിരിക്കും. You will not have such an issue. But if we go for the exam, എന്തെങ്കിലും ആയാൽ there is some other thing in your family too, അല്ലേ? Children's കാണാം, parents കാണാം, elderly people കാണാം. So whatever ICI has done, postponement is a welcome move. അതില് കുറച്ച് ആൾക്കാർ തിങ്ക് ചെയ്യുന്നത്, അയ്യോ ഇവർക്കൊരു ഡേറ്റ് പറഞ്ഞൂടെ, ജൂൺ എങ്കിൽ ജൂണ്, എന്താ പറയാ ഓഗസ്റ്റ് എങ്കിൽ ഓഗസ്റ്റ്, ജൂലൈ എങ്കിൽ ജൂലൈ. Is there anyone thinking like that? പറഞ്ഞോ, ഇവർക്കൊരു ഡേറ്റ് പറഞ്ഞൂടെ, ഇത് മൊത്തം ഇപ്പൊ അൺസർട്ടനിറ്റി ആണല്ലോ. Okay,
half of you say yes, half of you say no. See, ഇപ്പൊ തന്നെ മൊത്തം അൺസർട്ടനിറ്റിയാ. വി ഡോണ്ട് നോ ഇത് എപ്പോഴാണ് ശരിയാവുന്നത്. ചിലപ്പോൾ പെട്ടെന്ന് ശരിയാവും മക്കളെ. ബിക്കോസ് ലാസ്റ്റ് ഇയർ ഉള്ളത് മേ ബി ബൈ ഗോഡ്സ് ഗ്രേസ് എവറിത്തിങ് മേ ബി ഓക്കെ. വാക്സിൻ വന്ന് മേ ബി ഇൻ എ മന്ത് ഓർ 1.5 months എല്ലാം സെറ്റ് ആവും. ചിലപ്പോൾ അത് പറയാൻ പറ്റൂല. സോ ദാറ്റ് ഇസ് വൈ നമ്മുടെ ഏജത്തിനൊക്കെ നോട്ടീസ് കൊടുക്കുന്നത് പോലെ they have clearly said whenever the May 21 exam postponed is conducted, they will give you how many days time? എത്ര ദിവസം ടൈം എന്നാ പറഞ്ഞേ? വെരി ഗുഡ്, 25 days സമയം തരും. Now I will address both these students. First let me come to May prepare ചെയ്ത് May എഴുതാൻ റെഡി ആയിട്ടുള്ള സ്റ്റുഡൻസ്. ഒന്ന് യെസ് എന്നോ ഐ എന്നോ അടിക്ക്. who all are here who are planning to attend in May 21 exam? Okay, majority of you. ഇപ്പൊ നമ്മൾ എന്താ ചെയ്യണ്ടേ? That is the primary thing which we have to concern. അല്ലേ? We have to decide on what നമ്മൾ ഇപ്പൊ എന്ത് ചെയ്യണം. ICA ഡേറ്റ് പറഞ്ഞിട്ടില്ല, അത് എപ്പോ വേണോ പറയാം. 25 days നോട്ടീസ് ഉണ്ട്. what we shall do. ഞാനേ when I was studying for my inter, എനിക്കാണെങ്കിൽ എല്ലാം നല്ല രീതിയിൽ പഠിക്കണം എന്ന് പറഞ്ഞാൽ എന്താ പറയാ, എന്ത് ചെയ്താലും അത് വൃത്തിക്ക് ചെയ്യണം. എന്റെ അമ്മ പറയാറുണ്ട് കേട്ടോ, ഇതെന്ത് ഇങ്ങനെ, ഇത് ശരിയാവത്തില്ല എല്ലാത്തിലും എന്ന് പറഞ്ഞ് പറയും. സോ ഇന്റർമീഡിയറ്റിന് ടാക്സ് സബ്ജക്റ്റ് കുറെ പഠിച്ചു. എന്റെ ഇന്ററിനെ ടാക്സ് സബ്ജക്ട് കുറെ പ്രാവശ്യം പഠിച്ചു. PGBP ക്യാപിറ്റൽ ഗെയിൻസ് 2-3 റൗണ്ട് റിവിഷനും കഴിഞ്ഞു. എന്നിട്ടും വാട്ട് ടു സേ, സെക്ഷൻസ് ഒന്നും നിൽക്കുന്നില്ല. കുറെ എക്സംഷൻ ഉണ്ട്, ക്യാപിറ്റൽ ഗെയിൻ ഒന്നും തലയിൽ നിൽക്കുന്നില്ല. സോ അന്ന് എന്നെ പഠിപ്പിച്ച ഒരു ഫാക്കൽറ്റി അടുത്ത് ഞാൻ ചോദിച്ചു, സർ എനിക്ക് ഈ എക്സാം എഴുതാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. മൈ എക്സാം വാസ് May 2006. സാറിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, സാർ എനിക്ക് എഴുതാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, ഞാൻ പഠിച്ചു റിവൈസും ചെയ്തു, പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പം സാറ് പറഞ്ഞത്, CA എക്സാമിന് ഒരിക്കലും നമുക്ക് ഫസ്റ്റ് അറ്റംപ്റ്റ് എല്ലാം 9 മാസം ഗ്യാപ്പിലായിരുന്നു. ഫസ്റ്റ് അറ്റംപ്റ്റ് എഴുതുമ്പം ഒരിക്കലും ആർക്കും കോൺഫിഡൻസ് കിട്ടത്തില്ല, പഠിക്കാനും ഫുൾ കവർ ചെയ്യാൻ പറ്റില്ല. ഡു യു പീപ്പിൾ എഗ്രി വിത്ത് വാട്ട് ഹി സെഡ്? അറിയാമല്ലോ, സിയുടെ ബുക്സ് തന്നെ കണ്ടാൽ അറിയാമല്ലോ. യുനോ റൈറ്റ്, ഇത്രയുള്ള ബുക്സാ. സോ പുള്ളിക്കാരൻ പറഞ്ഞത്, ഒത്തിരി ഡെസ്പ് ആണെങ്കിൽ അത്രേ ഉള്ളൂ ജോർജ്, ഒത്തിരി ഡെസ്പ് ആണെങ്കിൽ യു ക്യാൻ സ്കിപ്പ് ദി അറ്റംപ്റ്റ് ആൻഡ് റൈറ്റ്. ബിക്കോസ് ഞാൻ ഭയങ്കര ടെൻഷൻ പാർട്ടിയാണ്. സോ ഹി സെഡ് സ്കിപ്പ് ദി അറ്റംപ്റ്റ് ആൻഡ് റൈറ്റ്. ബട്ട് എന്തോ സ്കിപ്പ് ചെയ്തില്ല, ബോത്ത് ഗ്രൂപ്പ്സ് എഴുതി പാസ്സുമായി. സോ പുള്ളി പറഞ്ഞൊരു കാര്യം വാസ് പെർഫെക്റ്റ്ലി റൈറ്റ്. നമുക്കത് പഠിക്കണമെങ്കിൽ വി നീഡ് മോർ ടൈം. ഇപ്പം കോയിൻസിഡൻസ് ആവാം, നമ്മൾ May 21 ഓർ May 22 എഴുതാൻ റെഡിയായി എല്ലാം വെച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാ. നൗ ദേ ഹാവ് പോസ്റ്റ്പോൺഡ്. ആ എക്സ്ട്രാ ടൈം കാൺട്ട് യു യൂട്ടിലൈസ്? എല്ലാത്തിലും നല്ലതും ചീത്തതും കാണും, പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്. ടേക്ക് ദിസ് സൈഡ്, നോ പോസിറ്റീവ്. ആ ടൈം യൂട്ടിലൈസ് ചെയ്ത് കുറച്ചും കൂടെ റിവൈസ് ചെയ്തൂടെ? ഒരു യെസ് നോ ദ can't you people do that? But അവിടെ ഒരു വലിയ പ്രശ്നമുണ്ട്. Be very frank with me, Balu. Be very frank with me. Once I complete, agreed ആണോ ഇല്ലയോ എന്ന് പറയട്ടെ. റിവൈസ് ഒക്കെ ചെയ്യാം, ബട്ട് നമ്മളുടെ മൈൻഡിന്റെ താഴെ ഇന്ന് ന്യൂസിൽ 41,000 കേസസ് കേരളയില്, ഡൽഹിയിൽ എത്രയുണ്ട്, ഇത് ജൂണിൽ നടക്കാൻ പോകുന്നില്ല. സോ നമ്മളെ മൈൻഡ് തന്നെ ഇങ്ങനെയായില്ലേ ഇപ്പം? സത്യം പറ. വേണമെങ്കിൽ നമ്മള് അടുത്ത ആഴ്ച പഠിക്കാം. ഇന്നിപ്പോ സാറ്റർഡേ, ടുഡേ ഇസ് സാറ്റർഡേ, ഐ വിൽ സ്റ്റാർട്ട് ഫ്രഷ് ഫ്രം മൺഡേ. ചില ആൾക്കാരെങ്കിലും ഇങ്ങനെ തിങ്ക് ചെയ്യത്തില്ലേ? സേ പിള്ളേരെ, യു ജസ്റ്റ് ടേക്ക് എൻ ഓഡിറ്റ്. നിങ്ങൾ ഓഡിറ്റ്, ഐ ഹോപ്പ് മെനി ഓഫ് യു ആർ ഡൂയിങ് ആർട്ടിക്കിൾഷിപ്പ് അല്ലേ? ആർട്ടിക്കിൾഷിപ്പ് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ.
ഇൻകം ടാക്സിന്റെ ടാക്സ് ഓഡിറ്റിന്റെ ഡ്യൂ ഡേറ്റ് എന്താ? വാട്ട് ഇസ് ദി ഡ്യൂ ഡേറ്റ് ഫോർ കണ്ടക്ടിങ് ടാക്സ് ഓഡിറ്റ്? എക്സ്റ്റെൻഡ് ആയില്ലെങ്കിൽ ഡ്യൂ ഡേറ്റ് ഓഫ് ടാക്സ് ഓഡിറ്റ് റൈറ്റ് സെപ്റ്റംബർ 30th. 90% അവർ എക്സ്റ്റെൻഡ് ചെയ്യും ടാക്സ് ഓഡിറ്റ് എന്ന് പറഞ്ഞ് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യുന്ന പറഞ്ഞ ഫേമിൽ പോവാതെയും ഫേമിൽ പ്രിൻസിപ്പൽ ചെയ്യിപ്പിക്കാതെ ഇരിക്കുവോ? യൂസേ നിങ്ങൾ എല്ലാം ചെയ്ത് വെക്കും. റൈറ്റ്, യു പീപ്പിൾ ആർ ഡൂയിങ് ദാറ്റ് ഇൻ യുവർ ഫേം. നിങ്ങൾ ആർട്ടിക്കിൾഷിപ്പ് ചെയ്യുമ്പം യു പീപ്പിൾ ആർ ഡൂയിങ്, ഈവൻ ദോ 90% there are chances of extension, നിങ്ങൾ വർക്ക് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് വെക്കും. സെയിം തിങ്, വൈ കാൻറ്റ് യു അപ്ലൈ ഇറ്റ് ഹിയർ? ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ ചെയ്യുന്നത്. ഒരു കാര്യം കൂടെ ഉണ്ടേ, മൺഡേ എന്ന് വെച്ചാൽ മൺഡേ രാവിലെ തോന്നും, ഓ ഇന്ന് മൺഡേ അല്ലേ, വെനസ്ഡേ തുടങ്ങിയാലോ. വെനസ്ഡേ തുടങ്ങുമ്പം എന്തായാലും എക്സാം പോസ്റ്റ്പോണ്ടാ, നമുക്ക് പതുക്കെ തുടങ്ങാം. ഇതെല്ലാം തോട്ട് പ്രോസസ്സിൽ വരില്ലേ? യു ക്യാൻ ബി ഫ്രാങ്ക് വിത്ത് മീ. യാ, ദാറ്റ്സ് റൈറ്റ്, പ്രോകാസ്റ്റിനേറ്റ് ചെയ്യും, അത് കറക്റ്റാ. പിള്ളേരെ അങ്ങനെ ചെയ്യാൻ പോയാൽ പിന്നെ ഒരിക്കലും നടക്കത്തില്ല. യുനോ, ഇന്നിപ്പൊ കഴിഞ്ഞു, നാളെ സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, ഇപ്പൊ ലോക്ക്ഡൌൺ ആ, എല്ലാ ഡേയ്സും ഒരേ ഡേയാ, വർക്ക് ഫ്രം ഹോം ആയിരിക്കും. സോ ഇന്ന് ഡിസൈഡ് ചെയ്യാ, പറ്റുമെങ്കിൽ ഇന്ന് തന്നെ തുടങ്ങാം എന്ന് പറഞ്ഞ് ഇന്ന് തുടങ്ങാൻ ഐ എം നോട്ട് സെയിങ് ഇന്ന് 15 hours you have to study. Today you have to study what? 13 hours? No. Relaxed ആയിട്ട് പഠിക്കുക, because you have more time with you. So if you had planned for 12 hours, 13 hours, maybe അതിന്റെ ഒരു 8 hours, 7 hours അത് ട്രൈ ചെയ്തൂടെ? Can't you people do that? Full day ഇരുന്ന് പഠിക്കണമെന്ന് ഞാൻ പറഞ്ഞില്ല, ബട്ട് ഒരു 7 to 8 hours. So that നിങ്ങൾ ഏപ്രിൽ ലാസ്റ്റ് ആണ് IC എക്സ്റ്റെൻഡ് ചെയ്തത്, അന്ന് വരെ ഒരു ലെവൽ ഓഫ് പഠിത്തം എത്തിക്കാണും. ഫസ്റ്റ് ഗ്രൂപ്പ് അറ്റൻഡ് ചെയ്തവർ ഫസ്റ്റ് ഗ്രൂപ്പ്, സെക്കൻഡ് ഗ്രൂപ്പ് ആണെങ്കിൽ സെക്കൻഡ് ഗ്രൂപ്പ്, ബോത്ത് ആണെങ്കിൽ ബോത്ത്. യു പീപ്പിൾ മൈറ്റ് ഹാവ് റീച്ച് സം ലെവൽ, റൈറ്റ്? ഒരു ലെവൽ എത്തിക്കാണത്തില്ലേ കുറച്ചെങ്കിലും മേ അറ്റംപ്റ്റ് ഉള്ളവര്? അതിന്ന് ടേക്ക് ഇറ്റ് ഫോർവേഡ്. എന്റെ അഭിപ്രായം പറയാം, ഐ വിൽ സേ മൈ ഒപ്പീനിയൻ. കട്ട് ഓഫ് ഡേറ്റ്, ഇറ്റ് ഇസ് ഓൺലി മൈ ഒപ്പീനിയൻ, യു ക്യാൻ എഡിറ്റ്. കട്ട് ഓഫ് ഡേറ്റ് ടുഡേ ഇസ് May 8th. Keep cut-off date as May 31st. Which date did I say as cut-off date? Yeah. അന്ന് നമ്മള് വിചാരിച്ച ആ പഠിത്തം തീർക്കും. Whatever we have planned, that will be finished off, including 1 round of revision. Makla, I didn't say 2-3 rounds. I just said one round of revision, including your paditham, we will finish by May 31st. You have more time, 3 weeks on the pedam. May 31st item, you don't receive there. I said a notification vannilla. What to do? If you are almost confident, okay, ഞാൻ നന്നായിട്ട് പഠിച്ചു, ഞാൻ 2-3 റൗണ്ട് റിവിഷൻ ഓൾറെഡി ആയി എന്നുള്ളൊരു സ്റ്റുഡൻസ്, what they can do is, ഈ മെയിൽ ഒരു ഗ്രൂപ്പ് ആയിരിക്കും എഴുതുക. You can spend half of the time for the other group which you are planning to write in November. പറഞ്ഞത് മനസ്സിലായോ? If you are confident with your preparation on May 31st ആവുമ്പം കോൺഫിഡന്റ് ആ, മക്കളെ ഒരു റൗണ്ട് പോരാ, ഒരു 2 റൗണ്ട് ആയി, we are okay. എങ്കിൽ full time don't go to the next group which you are planning in November. പോലെ half time, പകുതി സമയം. Ajay Shankar, doubts I'll come back, okay? Half time spent for the next group. Baki half time revise. Did you understand what I meant? അങ്ങനെ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നപ്പം assume by ഒരു ഡേറ്റ് പറ. Come on, tell me a date, no? June mid. Assume. I'm just saying, ചുമ്മാ പറയുന്നതാണ്, ഇതൊന്നും അല്ല ഡേറ്റ്. ജൂൺ മിഡില്, ഓക്കെ, June 15th നോട്ടിഫിക്കേഷൻ വന്നു.
what will you do? 25 days exam aanennu notification vannu. Close your books of that other group which you are studying, full close cheya. Now you have how many more days on your hand? Notification vannu. Ee 25 days you should have a backup plan. I know പറയാൻ എളുപ്പമാണെന്ന് അറിയാം, but practically ഇത് ചെയ്യാൻ പറ്റും പിള്ളേരെ. You have to just spend കുറച്ച് സമയം സ്പെൻഡ് ചെയ്താൽ മതി. ആ 25 days ഒരു പ്ലാൻ ഉണ്ടാക്കി വെക്കുക. June 15th when notification comes, close whatever other subjects you are studying, put this 25 days into action. Do you agree with my plan A, plan B, plan C? Plan A was May last vare. Plan B notification vannillengil cheyavunnathu. Plan C ആണ് very important, which is your 25 days plan. So this is my first thing. Second thing is, I see many of you inter final very few ullu. Ennalum final aanengilum inter aanengilum students inde oru swabhavam or avarku endane oru chapter vittillengil, if I don't leave a chapter ninge oru samadhanam illa. Chala chapters, don't you do like that? Full vidathilla, maybe കുറച്ച് ഇമ്പോർട്ടൻസ് കുറച്ച് അവിടെ ഇവിടൊക്കെ നോക്കിയിട്ട് പോകത്തില്ലേ? Agreed? Of course. It's a custom. True. അതൊരു കസ്റ്റം ട്രഡീഷൻ ആയിട്ട് പോകുന്ന ഒരു കാര്യമാണ്. Now you people can afford, ഇപ്പൊ എക്സ്ട്രാ ടൈം കിടപ്പുണ്ട്. Now you people can afford to spend some time in those areas which you left off. Importance correct പഠിച്ച ഏരിയ ഇല്ലേ, അവിടെ കുറച്ചും കൂടെ കോൺസെൻട്രേറ്റ് ചെയ്യാം. അറിയാവുന്ന ഏരിയ വീണ്ടും വീണ്ടും പഠിക്കുമ്പം യു വിൽ ഗെറ്റ് ഹാപ്പിനെസ്. ബട്ട് അതൊരു ഉപയോഗമുണ്ടോ? സ്റ്റുഡൻസിന് അറിയാവുന്ന ഏരിയ വീണ്ടും വീണ്ടും പഠിക്കാൻ ഭയങ്കര ഉത്സാഹമായിരിക്കുവേ. ദേ ഫീൽ വെരി ഹാപ്പി, ബട്ട് യു വോണ്ട് ഗെറ്റ് എനി ബെനിഫിറ്റ്. അറിയാൻ മേലാത്ത വിട്ട ഏരിയ ഇല്ലേ, അവിടെ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ ട്രൈ ചെയ്യുക. Final aanengilum inter aanengilum, I can say about auditing exam as far as concerned, MCQ ഉണ്ട്, descriptive ഉണ്ട്. ഒരു ക്വസ്റ്റ്യൻ തന്നെ പല പല ചാപ്റ്റേഴ്സ് ചെയ്യുന്ന. സോ നമ്മൾ വിടാൻ പ്ലാൻ ചെയ്ത ചാപ്റ്ററിൽ നിന്ന് വന്നാലോ? Do you understand? So can't you utilize this time, the extra time you got to cover our chapters 100% cover ചെയ്യാൻ പറ്റുമെങ്കിൽ good, or at least try to cover almost. Is my second point clear? Try ചെയ്യ് പിള്ളേരെ. Okay. Third thing which എപ്പോഴും ക്ലാസ്സസിൽ പറയുവേ, but practically എത്ര പേര് ചെയ്യുന്നു എന്ന് ഡൗട്ടാ. നിങ്ങൾക്ക് റെസ്പോണ്ട് ചെയ്യാം. How many of you practice writing? ഇപ്പൊ ചില ബാച്ചസിലൊക്കെ ടെസ്റ്റ് പേപ്പേഴ്സ് ഇട്ട് പോകാറുണ്ട്. Practice writing means what I asked is like a mock exam എഴുതാനോ, ഒരു ചാപ്റ്റർ കഴിഞ്ഞാൽ ആ ചാപ്റ്ററിലുള്ള ഒരു 5-6 ക്വസ്റ്റ്യൻ എഴുതാനോ, or you know suggested answers ചിഞ്ചു ചെയ്യുന്നില്ല. Others, are you doing or yes, no or no? It's between us. You can respond. Oh, come on. As far as auditing exam is concerned, I will come to other subjects. Auditing exam as far as concerned, 50% of the students lose marks because of അറിയായിരിക്കും, കേട്ട് കാണും, presentation. Presentation എളുപ്പമാക്കാൻ there is only one way. Very good, Vidya. There is only one way, which is to practice writing. ഇതിൽ ഫസ്റ്റ് അറ്റംപ്റ്റ് എഴുതുന്നവരുണ്ടെങ്കിൽ, for their attention I'm saying, first attempt എഴുതുന്ന ആൾക്കാര്, when you study company audit, I know section 139 appointment, remuneration 142 എല്ലാം അറിയാം. But when comes to writing, you know, 142 എഴുതും, remuneration എഴുതും, എഴുത്ത് വരില്ല.
Did you understand what I meant? For the first attempt students, final ആണെങ്കിലും inter ആണെങ്കിലും they will have the starting trouble. So അത് എഴുതി പഠിക്കാൻ ശ്രമിക്കുക. എന്ന് പറഞ്ഞ് എല്ലാ ദിവസവും മൊത്തം എഴുതാനും ഞാൻ പറഞ്ഞിട്ടില്ല. No. We said how many hours we will study on an average? നമ്മളൊരു ഒത്തുതീർപ്പിൽ വന്നായിരുന്നു. We said we will study around 8 hours. 8 hours on an average, right? So അതിലൊരു half an hour. അതിലൊരു half hour മതി. Keep away for writing. ഇത് ഓഡിറ്റിങ്ങിന് മാത്രമല്ല, എന്താ പറയാ, ലോ പേപ്പർ, IT പേപ്പർ ഫോർ ഇന്റർ, ഈ ടാക്സ് പേപ്പർ, കോസ്റ്റിംഗ് പേപ്പർ, ഫൈനൽ ആണെങ്കിലും ഇന്റർ ആണെങ്കിലും സ്പീഡ് കിട്ടാൻ ഹെൽപ്പ് ആവും. Did you understand that regarding the writing skill? മക്കളെ 8 hours just keep half hour. If you are work from home, office le work ഉണ്ട്, I can't spend 8 hours. Okay, 5 hours spend ചെയ്യുന്നുണ്ടോ? 5 hours ഒരു 20 minutes, half an hour you keep away. I know certain students are doing work from home articleship. So അവർക്ക് എല്ലാം കഴിഞ്ഞിട്ട് 8 മണിക്കൂർ 9 മണിക്കൂർ കിട്ടില്ല. For them it may be only 4-5 hours. So in that keep away 20 to half hour for writing. Did you understand this one? Now, for those who are aiming at November 21 exam, ആരെങ്കിലും ഉണ്ടോ? Is there anyone who's aiming in November 21 exam? Yes? Okay. അവരുടെ അടുത്ത് പറയാൻ 2 കാര്യമാണ്. Don't wait for your exams. ജൂൺ എക്സാം, മെയ് എക്സാം ജൂണിൽ നടക്കുമായിരിക്കും, ചിലപ്പോൾ അത് ജൂലൈ ആവും. ലൈക്ക് ലാസ്റ്റ് ഇയർ അത് ഡിസംബറിലേക്ക് മാറ്റും. കുറച്ചും കൂടെ സമയമുണ്ടല്ലോ. You people will plan as if your exams will happen on November 1st or November 2nd. അവിടെ പ്രോകാസ്റ്റിനേറ്റ് ചെയ്ത് ഇവരുടെ മാറ്റി അപ്പൊ നവംബർ അറ്റംപ്റ്റ് മാറുമല്ലോ, വേണ്ട. മാറിയാൽ വെൽ ആൻഡ് ഗുഡ്, അപ്പൊ നമുക്ക് കൂടുതൽ റിവൈസ് ചെയ്യാം. If you are planning for classes, ഇപ്പം നിങ്ങൾക്ക് നല്ല എന്താ പറയാ ഓൺലൈൻ ക്ലാസ്സസ് ഉണ്ട്, എവറിത്തിങ് ഇപ്പം ഓൾറെഡി വീട്ടിലാണ്. So you can go that. This is mainly for those who are appearing for November attempt. I think ഇതിൽ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. ശരി ഹാസൽ. Okay. ഇതുവരെ പറഞ്ഞത്, do you agree with me? Are you clear? ഇതിൽ റിപ്പീറ്റേഴ്സ് ഉണ്ടെങ്കിൽ ഐ ഡോണ്ട് വാണ്ട് ടു നോ. യെസ് നോ ഒന്നും അടിക്കണ്ട. ഞങ്ങൾ കഴിഞ്ഞ നവംബർ അറ്റംപ്റ്റ് എഴുതി, or we did it in January attempt. Come on, I don't want to hear wait. അതിൽ എന്ത് തെറ്റ് സംഭവിച്ചു? See, ഇത്രയും ആൾക്കാർ പാസ്സായിട്ടുണ്ട്. കഴിഞ്ഞ ജാനുവരി അറ്റംപ്റ്റ്, കഴിഞ്ഞ നവംബർ അറ്റംപ്റ്റ് പാസ്സായിട്ടുണ്ട്. സോ നമുക്ക് പറ്റിയില്ലെങ്കിൽ എവിടെയോ കുഴപ്പമുണ്ട്. മോസ്റ്റ് പ്രോബബ്ലി ഓഡിറ്റിംഗ് പേപ്പർ ആണെങ്കിൽ പ്രസന്റേഷൻ ആയിരിക്കും, അല്ലെങ്കിൽ കോൺസെപ്റ്റിന്റെ ക്ലാരിറ്റി ആയിരിക്കും. എവിടെയാണ് തെറ്റ് പറ്റിയത്? റിപ്പീറ്റേഴ്സ് ഐ എം സേയിങ്, അവർ അതിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. ബിക്കോസ് വീണ്ടും അതേ പഠിത്തം വെച്ചുകൊണ്ടിരുന്നാൽ ആ തെറ്റ് ആവർത്തിക്കത്തില്ലേ? ഐ മീൻസ്, won't you repeat the same mistake? Did you understand? Repeaters yes അടിക്കണം എന്നില്ല കേട്ടോ. ഐ എം സേയിങ് ജനറലി. അങ്ങനെ ഉണ്ടെങ്കിൽ try to solve the mistake which you have did. പിന്നെ വേറൊരു ക്വസ്റ്റ്യൻ is, നിങ്ങള് ഡേറ്റ് ചോദിച്ച് ഫ്രണ്ട്സിന്റെ അടുത്ത്, എടാ എപ്പോഴായിരിക്കും എക്സാം, ജൂണിൽ നടക്കും തോന്നുന്നുണ്ടോ? ഫാക്കൽറ്റി അടുത്ത് ചോദിക്കുക, അല്ലെങ്കിൽ പിന്നെ എന്താ പറയാ ട്വിറ്റർ, യൂട്യൂബ്, ഫേസ്ബുക്ക്, ഇവിടൊക്കെ പോയി ഡേറ്റ്സിനുള്ള മക്കളെ അതെന്തായാലും 25 days വെച്ച് വരും. Don't go behind that. Did you hear that? പറഞ്ഞത് കേട്ടോ? എപ്പ കൊറോണ തീരും, എപ്പ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറ്റും എന്ന് അറിഞ്ഞൂടാ. We don't know that. How can you say? So അതിന്റെ പുറകെ പോയാൽ ഇപ്പൊ ആണെങ്കിൽ whenever we hear the news, whenever see WhatsApp, പണ്ടൊക്കെ ആണെങ്കിൽ സന്തോഷം വരും കേട്ടോ വാട്സാപ്പ് കാണുമ്പം. ഇപ്പൊ പേടിയാണ് കൂടുതൽ. So similarly, don't go behind.
വീഡിയോസ് ഒക്കെ കണ്ടോ യൂട്യൂബില്, അതൊക്കെ ചെയ്തോ? ഐ ഡിഡ്ന്റ് സേ ദാറ്റ്. ബട്ട് എക്സാംസിനെ കുറിച്ച് നിങ്ങൾ ചോദിക്കാനോ ചിന്തിക്കാനോ മാക്സിമം ട്രൈ ചെയ്യരുത്. നമ്മൾ ചെയ്താൽ ഡേറ്റ് ആവുമോ? നോ. സോ കൈൻഡ്ലി ട്രൈ ടു അവോയ്ഡ് ദാറ്റ്. അത് പ്രഷർ കൂട്ടത്തേ ഉള്ളൂ. പിന്നെ ഒരു ലാസ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് ഐ ഗോട്ട് ലാസ്റ്റ് 2 days ബാക്ക്. മാം, പാസ് പെർസെൻറ്റേജ് കുറയ്ക്കുവോ? എക്സാക്ട് ക്വസ്റ്റ്യൻ വാസ് ലൈക്ക് ദിസ്. കഴിഞ്ഞ നവംബർ അറ്റംപ്റ്റിൽ ഏതോ ഒരു പേപ്പറിൽ പാസ് കുറവായിരുന്നു, പേപ്പർ ടഫ് ആക്കി, പാസ് പെർസെൻറ്റേജ് കുറയ്ക്കുവോ? സേഫ്, ഓൾവേസ് ദർ ഇസ് എ പോയിന്റ്. CA വന്നിപ്പോ 70 വർഷമായി, 70 years പ്ലസ് ആയി. ഹാവ് യു എവർ ഹേർഡ് ഒരു അറ്റംപ്റ്റ് പറ വേർ പാസ് പെർസെൻറ്റേജ് 0? ഇപ്പൊ പറ. Have you heard an attempt where pass percentage is 0? Makla, I have heard an attempt where pass percentage is 3, pass percentage is 2, pass percentage is 20. But as long as there is a pass percentage, നമുക്കെല്ലാവർക്കും ആ 2% 3% 20% വരാൻ പറ്റത്തില്ലേ? You tell me yes, no in that. 0 ആണെങ്കിൽ okay, I agree with you. As long as there is a pass, can't we reach? ഇവർക്കെല്ലാം എത്തി, നമുക്കും പറ്റത്തില്ലേ? See, നിങ്ങളെ വിശ്വസിച്ചില്ലെങ്കിൽ, if you don't trust yourself, I understand ഇതിൽ 5-6 അറ്റംപ്റ്റ് കഴിഞ്ഞവർ ചിലപ്പം കാണാം, ചിലപ്പോൾ ഒരു അറ്റംപ്റ്റ് കഴിഞ്ഞവർ കാണാം. അവര് ചിന്തിക്കും മാഡം പാസ്സായത് കൊണ്ട് ഇത് പലതും പറയാം. ശരിയാണ്, ഞാനും ഇതേ സ്റ്റേജ് കഴിഞ്ഞിട്ടാണ് ഇവിടെ എത്തിയത്. ഓക്കെ, വി ഓൾസോ റീച്ച് ദ സെയിം സ്റ്റേജ് അല്ലേ? പണ്ട് ഇതേ മൈൻഡ് സെറ്റ് ആയിരുന്നു. ഇപ്പം അത് ആലോചിച്ച് നോക്കിയാൽ, അതൊരു എന്താ പറയാ, കോമഡി പോലെ തോന്നും. ആൻഡ് അത്രേ ഉള്ളൂ. ആൻഡ് വൺ മോർ തിങ് ലെറ്റ് മീ സേ, കഴിഞ്ഞ നവംബർ എക്സാം സൈക്കിൾ 2-ല് ജാനുവരിയിൽ നടന്ന എക്സാം, അതിൽ റാങ്ക് ഹോൾഡേഴ്സ് ഉണ്ടായിരുന്നു, ബോത്ത് ഗ്രൂപ്പ്സ് ഉണ്ടായിരുന്നു, നല്ല മാർക്ക് കിട്ടിയ അല്ലാതെ പാസ്സായ ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു. അവരുമായിട്ടൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നേ. വാട്ട് ദേ സെഡ് ഈസ്, ഇപ്പൊ നിങ്ങൾ ഇരിക്കുന്ന സിറ്റുവേഷൻ ആയിരുന്നു അവരന്ന്. അവര് പാസ്സായിട്ട് ഇപ്പുറത്തെ സൈഡില് വിത്ത് പ്രിഫിക്സ് CA ഓർ ഫൈനൽ സ്റ്റുഡന്റ് ആയിട്ട് ഇന്റർ ആണെങ്കിൽ, അപ്പൊ അവര് പറഞ്ഞു, മാം ഞങ്ങള് മെയ് എക്സാം ആയിരുന്നു ടാർഗറ്റ് ചെയ്തത്, May 20. അന്ന് തൊട്ട് ഇതുപോലെ ആയിരുന്നു, എപ്പം നടക്കുമെന്ന് അറിഞ്ഞൂടാ. നവംബർ എക്സാം അനൗൺസ് ചെയ്തപ്പം മാസ്ക് വെച്ചിട്ട് പോയി. മാസ്ക് വെച്ചിട്ട് പോകുമ്പം കണ്ണാടി ഉള്ള ആൾക്കാർക്ക്, ഡു യു ഹാവ് എക്സ്പീരിയൻസ്? മാസ്ക് വെച്ചാൽ ഒരുമാതിരി ഇവിടെ ഇങ്ങനെ മിസ്റ്റി പോലെ വരും. ഡു യു ഹാവ് എക്സ്പീരിയൻസ് ദോസ് യു ഹാവ് ഗ്ലാസസ്? ഒത്തിരി കഷ്ടപ്പെട്ട മാം എക്സാമിന് പോയത്. എന്താ പറയാ, ഗ്ലാസ്സിലൊക്കെ ഇങ്ങനെ ഫ്യൂംസ് പോലൊക്കെ വന്നു എന്നൊക്കെ പറഞ്ഞു. ബട്ട് ഓൺ ദി അതർ ആംഗിൾ വാട്ട് ദേ സെഡ് ഈസ്, ഞങ്ങൾക്ക് അറ്റംപ്റ്റ് ഇങ്ങോട്ട് പോയത് കൊണ്ട് കൂടുതൽ എഴുതാൻ പറ്റി, കൂടുതൽ പഠിക്കാനും പറ്റി. ഇപ്പൊ അതൊക്കെ ചിന്തിക്കുമ്പം ഈ എക്സാം മാറ്റിയല്ലോ എന്ന് കരഞ്ഞൊരു സമയം, എപ്പ എക്സാം നടക്കും എന്ന് ചിന്തിച്ച ഒരു സമയം, ജാനില് റിസൾട്ട് വന്നു ഓർ മാർച്ചിൽ റിസൾട്ട് വന്നു. അന്ന് തിരിച്ചു നോക്കുമ്പം, തിരിച്ചാലോചിക്കുമ്പം ദേ ആർ വെരി ഹാപ്പി. നിങ്ങൾക്കും ഇതുപോലൊരു സമയം പിള്ളേരെ, ട്രസ്റ്റ് മീ, യു വിൽ ഓൾസോ ഗെറ്റ്. അത് എപ്പോഴാണ്? യു ഹാവ് ടു ജസ്റ്റ് വെയിറ്റ്. അതുവരെ നമുക്ക് ഒറ്റ കാര്യമേ ഉള്ളൂ ചെയ്യുന്നത്, റിവൈസ് ചെയ്യുക, സിലബസ് കവർ ചെയ്യാൻ ശ്രമിക്കുക, മെയിൻലി ട്രൈ ടു റൈറ്റ് ദി പ്രസന്റേഷൻ. And one more thing, മറക്കരുത് our plan. I don't know how many of you agree with my plan. May വരെയുള്ള ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. ജൂണില് if notification comes ഒരു പ്ലാൻ. നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാലാണ് ശ്രദ്ധിക്കേണ്ടത് 25 days. Did you understand whatever I said? Okay. So 20 minutes nu varnittu, I think I took extra time, almost 30 minutes aayi. So anything further you want me to add? I think I ella njan parnu thonnu.
നിങ്ങൾക്ക് ഇപ്പൊ 2 പ്രയോറിറ്റി ഉണ്ടേ പിള്ളേരെ. ലാസ്റ്റ് ഇയർ വരെ ഒരു പ്രയോറിറ്റി ആയിരുന്നു CA. Now you have health on one hand, CA on other hand. So രണ്ടും കൂടെ കൊണ്ടുപോകണം. Did you people hear that? രണ്ടും കൂടെ നമുക്ക് ഒരേ ലെവലിൽ കൊണ്ടുപോകണം. രണ്ടും ഉപേക്ഷിക്കാൻ പറ്റത്തില്ല. So do that very carefully. So before I go to the interactive, anything else you want me to add? I think എല്ലാം ഞാൻ പറഞ്ഞ പ്ലാൻ ചെയ്തെല്ലാം പറഞ്ഞു. So now ആരോ ചോദിക്കാൻ വന്നു question. We'll have an interactive session. ഇനി ചോദിച്ചോ. What is your doubt? Unmute ചെയ്യണമെങ്കിൽ ഒരാൾ unmute ചെയ്ത് ചോദിക്കാം, or you can type in the chat. നിങ്ങൾക്കുള്ള doubts ആണ്, preparation എന്തെങ്കിലും ആണ്, suggestion എന്തെങ്കിലും വേണം, you can. എനിക്ക് പറ്റുന്ന കാര്യമാണെങ്കിൽ I will clear. ആരോ ചോദിച്ചോ, ഹാസിലാന്ന് തോന്നുന്നു. ഹാസിലോ ജയശങ്കറോ? Hasil, you asked me something. Second cycle. എന്തോ ചോദിച്ചു. Jayashankar, ask what happened. എന്താണ് ചോദിക്കാൻ വന്നേ? Others you can think and ask. What did you ask, Jayashankar? അതാ ജയശങ്കർ പറഞ്ഞത്. അടുത്ത ഗ്രൂപ്പ് യു ആർ പ്ലാനിങ് വേർ? അടുത്ത ഗ്രൂപ്പ് യു ആർ പ്ലാനിങ് ടു അപ്പിയർ ഇൻ November 21 ആണോ? യെസ് നോ അടിച്ചാൽ മതി. വർ യു പ്ലാനിങ് ടു? ഓക്കെ. അപ്പൊ ഇപ്പൊ നിന്റെ ഗ്രൂപ്പ് 1 ആണെങ്കിൽ ഗ്രൂപ്പ് 1, ഐ തിങ്ക് യു ആർ ഇൻ ഗ്രൂപ്പ് 1, റൈറ്റ്? ഗ്രൂപ്പ് 1 സെറ്റ് ആക്കി ക്ലിയർ ആക്കി ബൈ മെയ് ലാസ്റ്റ് തീർത്ത് വെക്കാൻ പറ്റുമെങ്കിൽ, ജൂൺ വരെ വന്നില്ലെങ്കിൽ, if you are okay with your group, existing group, you can plan. എന്റെ സജഷൻ മാത്രമാണ്, you can plan. കോച്ചിങ് ആണെങ്കിൽ കോച്ചിങ്, പഠിത്താണെങ്കിൽ പഠിത്തം, whatever it is, you can plan from June 1st. എന്നിട്ട് എപ്പോ നോട്ടീസ് വരുമോ അപ്പൊ അത് നിർത്തി വെക്കണം. വെച്ചിട്ട് വേണം വീണ്ടും പഠിക്കാൻ തുടങ്ങാൻ. ജയശങ്കർ പറഞ്ഞത് മനസ്സിലായോ? Okay. Hari, your doubt many students ask. ഒരു അറ്റംപ്റ്റില് ചോദിച്ച ക്വസ്റ്റ്യൻ അടുത്ത അറ്റംപ്റ്റില് റിപ്പീറ്റ് ചെയ്യുവോ? ലൈക്ക് ഹരി, ഇസ് ദർ എനിവൺ എൽസ് ഹൂസ് ഹാവിംഗ് ദിസ് ഡൗട്ട്? കഴിഞ്ഞ അറ്റംപ്റ്റില് ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചു, ഈ എസ്സേന്ന് ചോദിച്ചു, ഈ അറ്റംപ്റ്റിൽ അത് ചോദിക്കുവോ? പിള്ളേരെ, ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റിംഗ് ഓഫ് ICI is not simple as you think. അത് വലിയ പ്രോസസ്സാ. അവിടെ കുറെ പേപ്പേഴ്സിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഒക്കെ എടുക്കുന്നതാ. സോ പേഴ്സണലി ലാസ്റ്റ് 10 years 11 years ആയി, 11 years ആയിട്ട് ഞാനിപ്പം കാണുന്നുണ്ട് ICIയുടെ പേപ്പേഴ്സ്, എസ്പെഷ്യലി ഇന്റർ പേപ്പർ. I've seen lots of question. ഇപ്പൊ കഴിഞ്ഞ എക്സാമിന് ഓഡിറ്റ് ഡോക്യുമെന്റേഷൻ എന്ന് ചോദിച്ചു. എസ്സേ പറഞ്ഞു തരുമോ? ചുമ്മാ ഓഡിറ്റ് ഡോക്യുമെന്റേഷൻ എസ്സേ 230 ആണടാ. essay 230. അടുത്ത എക്സാമിന് അതേ essay എന്ന് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യന്റെ സ്റ്റൈലിൽ വ്യത്യാസം ഉണ്ടായിരുന്നു. സ്റ്റൈൽ ഓഫ് ക്വസ്റ്റ്യൻ വാസ് ഡിഫറെന്റ്, ബട്ട് ആൻസർ സെയിം. ഒരു നവംബർ അറ്റംപ്റ്റ് അടുത്ത മെയ് അറ്റംപ്റ്റാ. സോ ഹരി, യു ആസ്ക് നോ, കഴിഞ്ഞ അറ്റംപ്റ്റിൽ ചോദിച്ച കാര്യങ്ങളൊന്നും ഈ അറ്റംപ്റ്റിൽ വരില്ല. ലെസ് ഇമ്പോർട്ടൻറ്റ്, ഡോണ്ട് ഡു. And I hope you people are aware about integrated MCQ. Are you aware? Integrated MCQ. Be very careful in that, especially CA final students. Be very careful because ഒത്തിരി ഏരിയാസിൽ നിന്ന് ചോദിക്കും. ഇന്റർ ഓൾസോ ഒരേ ക്വസ്റ്റ്യനില് കമ്പനി ഓഡിറ്റ് വരും, സ്റ്റാൻഡേർഡ്സ് വരും, അതേ ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ എത്തിക്സും ചിലപ്പം വരും. അത് ഫൈനലിനെ. സോ ഹരി, വാസ് യുവർ ഡൗട്ട് ക്ലിയർഡ്? അയ്യോ വരുന്നു മക്കളെ പതുക്കെ. ഹരി ഓക്കെ ആണോ? ഓക്കെ. സോ ഹാസിൽ, നവംബർ അറ്റംപ്റ്റ് എഴുതുന്നവര് ലേറ്റസ്റ്റ്
attempt RTP നോക്കിയാൽ മതിയോ previous attempt RTP നോക്കണം. Okay, Hassel is asking me എത്ര വർഷത്തെ RTP നോക്കണം. Minimum ആ അറ്റംപ്റ്റിലെ RTPയും പ്രീവിയസ് അറ്റംപ്റ്റിലെ RTPയും Hassel നോക്കണം. 2 attempts. ബട്ട് നല്ല പ്രാക്ടീസസ് കഴിഞ്ഞ ഒരു 3-4 അറ്റംപ്റ്റ് നോക്കിയാൽ കൊള്ളാം. ഹാസിലെ യു ആർ ഇൻ നവംബർ അറ്റംപ്റ്റ് ഐ ഗെസ്. സോ നിനക്ക് ഇഷ്ടം പോലെ സമയമുണ്ടല്ലോ ഹാസൽ. ഐ തിങ്ക് യുവർ ഫസ്റ്റ് അറ്റംപ്റ്റ് നോ. സോ നിനക്ക് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാം. ഓരോരോ സബ്ജക്റ്റ് ആയിട്ട് പഠിച്ച് ഓർ യുനോ ഇഫ് ക്ലാസ്സസ് ആർ ഗോയിങ് ഓൺ ഒരു ചാപ്റ്റർ ആയിട്ട് തീർന്ന് RTP നോക്കിപ്പോ. എസ്പെഷ്യലി ആർട്ടിക്കിൾഷിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ യു ആർ അറ്റ് ഫേവർ. ഓക്കെ ഹാസൽ. ജയശങ്കർ, yeah, that's what Jayashankar nee parnathu thanniya njan parnathu. Ma'am, I already passed inter first group and I completed article. Ma'am, okay, Irshad, I'm asking to Irshad. Okay, he's asking njan final padikano second group. How is your second group preparation, Irshad? Let me talk for a minute. Second group in the preparation, I mean inter in the second group in the preparation എങ്ങനെയുണ്ട്? Almost set ആയോ? Like ഞാൻ പറഞ്ഞതുപോലെ complete. Can you do 1 or 2 rounds of revision by May end? Can you? നീ പഠിച്ച സെക്കൻഡ് ഗ്രൂപ്പ് തന്നെയാ ചോദിക്കുന്നത് ഞാൻ. 1-2 റൗണ്ട് റിവിഷൻ കഴിഞ്ഞാൽ മേ ബി എടാ 1 റൗണ്ടേ നടക്കത്തുള്ളോ? സെക്കൻഡ് ഗ്രൂപ്പില് ഓൾ സിലബസ് ആണെങ്കിൽ 3 സബ്ജക്റ്റ് അല്ലേ ഉള്ളൂ. സോ 2 റൗണ്ട് ട്രൈ ചെയ്ത ന്യൂ ആണോ? 4 സബ്ജക്ട് വാട്ട് എവർ ഇറ്റ് ഈസ്. ഇഫ് യു ആർ വെരി കംഫർട്ടബിൾ, പ്രിപ്പറേഷൻ കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു, എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ അപ്പോഴും വന്നിട്ടില്ലെങ്കിൽ ഏതെങ്കിലും ഒരു സബ്ജക്റ്റോ ഫൈനലിന് ചവിട്ടി നോക്കാം. Oh, last attempt you had 188, just miss. Okay, this time you will get through. So, Irshad, did you understand what I said? But idi ipo nee aduthilekku chautarudhu, just wait till May end. May end avumbo namukku oru cheriyoru trend engilum ariyam. I say parayunundo endaanennu. Okay, Irshad. Ashwati, Irshad, what I meant is, നീ ഇപ്പൊ സെക്കൻഡ് ഗ്രൂപ്പ് ഓഫ് ഇന്ററിലല്ലേ ഇരിക്കുന്നത് ഇർഷാദ്. ആ സെക്കൻഡ് ഗ്രൂപ്പ് നീ ഇപ്പൊ പറയുന്നു പഠിച്ചു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞത് ഇന്നിപ്പോ May 8 ആയിട്ടുള്ളൂ. May end വരെ ആ സെക്കൻഡ് ഗ്രൂപ്പ് ഒന്നും കൂടെ പ്രിപ്പയർ ചെയ്യാം. ഒന്നും കൂടെ നന്നായിട്ട് RTPയോ മോക്കൊക്കെ എഴുതി കറക്റ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യും. എക്സ്ട്രാ സമയം ഉണ്ടല്ലോ. ആ എക്സ്ട്രാ സമയത്ത് എല്ലാം നിനക്ക് തീർക്കാൻ പറ്റുമെങ്കിൽ ഫൈനലിൽ ഏതെങ്കിലും ഒരു സബ്ജക്ട്, if ICAI has not notified, you can try. June ICAI notify vannal, you may need to shift. Did you understand, Irshad? Okay. Ashwati, are you there, Ashwati? Ma'am, I'm old syllabus student. Both group. See, Ashwati, she's asking me, Ashwati, inter ano final ano? Okay. Ashwati is asking me about study plan for both groups. Inter inde. Arkengilum, where arkengilum idu veno? Study plan for both groups, inter, she is asking. Okay. ഞാൻ ചെയ്ത കാര്യം, what I was both group inter, so whatever I did I will say, plus കുറച്ച് സ്റ്റുഡൻസ് ചെയ്ത കാര്യവും പറയാം. ജേസൺ, same thing you can apply for the final. Okay, both groups പറയുന്നേ. ഇന്റർ ആണെങ്കിൽ 8 papers, ന്യൂ സിലബസ്, ഓൾഡ് ആണെങ്കിൽ 7 papers both group. ഫൈനലില് 8 papers ഉണ്ട്. So both groups try ചെയ്യുന്നവര്, it's my suggestion, okay? ചില സ്റ്റുഡൻസ് എന്ത് ചെയ്യുന്ന അറിയാമോ? First they will take accounts.
ഫൈനലിന് FR. അത് മൊത്തം ഇപ്പൊ നവംബർ അറ്റംപ്റ്റ് ആണേ, നവംബർ ആണ് അറ്റംപ്റ്റ്, യു ഹാവ് ദാറ്റ് 6 months ഗ്യാപ്പ്. അതില് ഫസ്റ്റ് മന്ത് മെയ് മൊത്തം അക്കൗണ്ട്സ് അല്ലെങ്കിൽ FR പഠിക്കും, സെറ്റ് ആക്കും. അടുത്ത മാസം ലോ പഠിക്കും, അതിന്റെ അടുത്ത മാസം ഓഡിറ്റിംഗ് പഠിക്കും, സബ്ജക്ട് വൈസ്. ബട്ട് പിള്ളേരെ വെൻ യു റീച്ച് ടുവേർഡ്സ് സെപ്റ്റംബർ, ഫസ്റ്റ് പഠിച്ച സബ്ജക്ട് ഇല്ലേ അക്കൗണ്ട്സ്, അത് കുറെ മറന്നുപോയി കാണും. ഡിഡ് യു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ മെന്റ്? ഉദ്ദേശിച്ച മനസ്സിലായോ? സോ ഐ ഓൾവേസ് സജസ്റ്റ്, ഓർ ഞാൻ ചെയ്തതും ഇത് തന്നെ ആയിരുന്നു, ലൈക്ക് 2 days, ഒരു 2 ദിവസം, ചിലപ്പോൾ 4 ദിവസം ആവും. 4 ദിവസത്തില് ഒരു ഗ്രൂപ്പിന്റെ സബ്ജക്ട്സ് റിവൈസ് ചെയ്യും. 4 ദിവസത്തില് ഒരു ഗ്രൂപ്പിന്റെ 4 സബ്ജക്റ്റും റിവൈസ് ചെയ്യും. ഒരു ദിവസം 2 സബ്ജക്ട്സ് മിനിമം എടുക്കും. യു ഹാവ് 8 hours ടൈം, ഓർ ഇഫ് യു ക്യാൻ 10 hours, 2 സബ്ജക്ട്സ് എടുക്കും. 4 ദിവസത്തിൽ 4 സബ്ജക്റ്റ് ആയേ. അടുത്ത 4 ദിവസം സെക്കൻഡ് ഗ്രൂപ്പിന്റെ 4 സബ്ജക്ട്സ് എടുക്കും. ആർ യു അണ്ടർസ്റ്റാൻഡിങ് വാട്ട് ഐ എം സേയിങ്? പറയുന്ന മനസ്സിലാവുന്നുണ്ടോ? എന്നിട്ട് ഈ 4 days കഴിഞ്ഞിട്ട് അടുത്ത 4 daysൽ അടുത്ത ഗ്രൂപ്പ്, നെക്സ്റ്റ് 4 daysൽ ഫസ്റ്റ് ഗ്രൂപ്പ് വീണ്ടും എടുക്കത്തില്ലേ അശ്വതി? വോണ്ട് യു ടേക്ക്? എടുക്കുമ്പം പണ്ട് പഠിച്ചത് ഒന്ന് തിരിച്ചു മറിച്ച് നോക്കുക, യുനോ, ജസ്റ്റ് മറിച്ച് നോക്കുക. കുറെയൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും, എന്തെങ്കിലും ഒരു പ്രൊവിഷനോ 2 പ്രൊവിഷനോ മറന്നു. സോ മറിച്ച് നോക്കിയിട്ട് വേണം പിന്നീട് പഠിക്കാൻ. ഇങ്ങനെ ചെയ്യുമ്പം നിങ്ങൾ അറിയാതെ തന്നെ ഓട്ടോമാറ്റിക് റിവിഷൻ നടക്കുക. whenever you take a subject, ഇതുവരെ തീർത്തത് മറിച്ചു നോക്കിയാൽ മതി. ഫുൾ വായിച്ചാൽ സമയം പോകും. Is that clear about my plan? ഇതൊക്കെ സ്റ്റഡി ലീവ് ആണെങ്കിലാണ്. ദാറ്റ്സ് there. സ്റ്റഡി ലീവ് ആണെങ്കിലല്ലേ ഉള്ളൂ 8 hours, അല്ലെങ്കിൽ എന്താ പറയാ, നിങ്ങളുടെ സ്റ്റഡി ലീവ് അല്ലെങ്കിൽ ഹാസിൽ 4 ദിവസം ഉള്ളത് 5 ദിവസമായിട്ട് എക്സ്റ്റെൻഡ് ചെയ്യാം. ചില ആൾക്കാർക്ക് ഫുൾ ടൈം 10-12 മണിക്കൂർ പഠിക്കും. സോ 4 ദിവസം എന്ന് പറഞ്ഞത് 2 ദിവസം ആക്കാം. സോ ഹാസിൽ ദാറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ഓരോ വ്യക്തി, ഐ മീൻ സ്റ്റുഡന്റ്. Ashwati, happy with the plan? Okay. You pillare, I missed out your message in the chat. I cleared till Ashwati. Suramya, I think Suramya, you have only 2 subjects, right? Suramya, 2 subject ഇന്റർ. സോ ഞാൻ ഇർഷാദിന് പറഞ്ഞ പ്ലാൻ കേട്ടായിരുന്നു സുരമ്യ. I hope you heard that plan which I was saying to Irshad. So Kuta, if you are okay, if you are happy with that, you can do that. ഇല്ല എനിക്ക് കോൺഫിഡൻസ് ഇല്ല, എനിക്ക് ഈ 2 പേപ്പറും വീണ്ടും വീണ്ടും പഠിക്കണം എന്നുണ്ടെങ്കിൽ you can spend on that. Okay സുരമ്യ? Okay. Let me see. Nafisa. Ma'am, Kavya Shankar is asking. ഒരു മിനിറ്റ്. Yeah. വായിച്ചോ? Okay. Final pronouncements in the material read ചെയ്യണോ? അതിന് questions വരുമോ ചോദിക്കുന്നു. കാവ്യ, പ്രൊനൗൺസ്മെന്റ് എന്ന് വെച്ചാല് മറ്റേ ഇത്രയുള്ള ഒരു ബുക്ക് അല്ലേ കാവ്യ? പ്രൊനൗൺസ്മെന്റ്സ് വായിക്കാൻ പറ്റുമെങ്കിൽ വായിക്കുക. നാച്ചുറലി ആ പ്രൊനൗൺസ്മെന്റ്സ് ഇസ് നത്തിങ് ബട്ട് എസ്സേ, സ്റ്റാൻഡേർഡ്സ് ഓൺ ഓഡിറ്റിംഗ് ആ. ഫൈനലിന് 36 സ്റ്റാൻഡേർഡ്സ് ഉണ്ട്, ഇന്റർവ്യൂവിന് 26 ഉണ്ട്. ക്വസ്റ്റ്യൻസ് വരും, ബട്ട് ആ പ്രൊനൗൺസ്മെന്റ് എന്ന് പറയുന്ന ബെയർ ആക്ട് പോലെയാ. ഇപ്പൊ കമ്പനി ലോ, കമ്പനീസ് ആക്ട് വെച്ച് പഠിക്കുന്നത് ഇൻകം ടാക്സ് ആക്ട് വെച്ച് അതുപോലെ ആയിരിക്കും. ആ ഒരു ഡിഫിക്കൽട്ടി കാണും കാവ്യ. I think that conveys the answer, Kavya. Madam Nafisa is asking, she's CA final first attempt on November. She's doing articleship now and she requires a study plan for both groups. So Nafisa, did you hear that plan which I said to Ashwati, Hasil?
Nafisa undo. So Nafisa, you are doing articleship. So 4 ദിവസത്തിൽ 4 subjects revision തീരാൻ chance കുറവാ. So what I do suggest is 6 ദിവസം ഒരു ഗ്രൂപ്പിലെ സബ്ജക്ട്, അടുത്ത 6 ദിവസം അടുത്ത ഗ്രൂപ്പിലെ സബ്ജക്ട്. നഫീസയ്ക്ക് മനസ്സിലായോ? Because after articleship, after your office hours, you cannot spend 8 hours, 9 hours, 10 hours. So Nafisake adinte half time spend cheyan pattu. So 4 days in the app plan, Nafisa, you do to 6 days or 8 days. Nafisa, is that clear? Okay. Chinchu, yes. Anganya Chinchu njan uddeshiche. ആ 4 ഡേയ്സിൽ ആ 4 സബ്ജക്ട്സ് ഇൻ എ ഗ്രൂപ്പ് കംപ്ലീറ്റ് ചെയ്യാൻ. പിന്നെ അടുത്ത 4 ഡേയ്സിൽ ചിഞ്ചു അടുത്ത ഗ്രൂപ്പിലെ 4 സബ്ജക്ട്സ്, സോ ദാറ്റ് എല്ലാ സബ്ജക്ട്സുമായിട്ട് ഒരു ടച്ച് നിൽക്കും. പിന്നെ എടാ ഇങ്ങനെ മാറ്റിക്കൊണ്ടേയിരിക്കണം. നെക്സ്റ്റ് 4 ഡേയ്സ്, നെക്സ്റ്റ് 4. അവിടെ ബ്രേക്ക്, ഒത്തിരി ബ്രേക്ക്, ഒരാഴ്ച ഒന്നും ബ്രേക്ക് വരില്ല. ആ ഫ്ലോ പോവും. ഒരു ദിവസം ബ്രേക്ക് എടുക്കുന്ന സഹജ. ദാറ്റ്സ് ഫൈൻ. ഓക്കെ ചിഞ്ചു. Madam Ashwati T. Nair is asking, രണ്ട് പ്രാവശ്യം accounts exemption പോയി, 57 marks and 58 marks. How can she improve in that? Ashwati, let me ask you one thing. How much marks did you appear for? 100 എഴുതിയോ, or like how much did you attend? This time kindly try to attend for 100 marks. ഇപ്പം സ്റ്റുഡൻസ് പലതും പറയുവേ, ബട്ട് എനിക്ക് ഉള്ള ഒരു എക്സ്പീരിയൻസിലും സ്റ്റുഡൻസിന്റെ ഫീഡ്ബാക്കിലും ഞാൻ പറയുക, യുവർ പാസ് വിൽ ബി മോർ, മറ്റേ പാസ്സാകത്തില്ലെന്നല്ല, ഇഫ് യു അറ്റൻഡ് ഫോർ 100 മാർക്സ്. സോ ഫോർ അശ്വതി, ഐ തിങ്ക് യുവർ മിസ്റ്റേക്ക് മൈറ്റ് ബി ദർ ഇൻ യുവർ ടൈം മാനേജ്മെന്റ്. അശ്വതി എപ്പോഴും അക്കൗണ്ട്സിൽ പറയുന്നൊരു കാര്യമുണ്ട്, ഇതേ പേപ്പർ ഇഫ് ഇറ്റ് വാസ് ഗിവൺ ഫോർ 5 hours എല്ലാവരും പാസ്സാവും. അശ്വതിയുടെ CA-കാരുടെ മിടുക്ക്, CA സ്റ്റുഡൻസിന്റെ മിടുക്ക് ടു പാസ് ഇറ്റ് ഇൻ 3 hours. Did you understand, Ashwati? So kindly try to write for 100 marks. 100 marks നോക്കിയിട്ട് next time you let me know how was it. Okay, Ashwati? Madam Ashwin KP, ITT orientation program start ചെയ്താൽ കുടുങ്ങുമോ മാഡം? എപ്പോഴാണ് പ്രപ്പോസ്ഡ് ഡേറ്റ്സ്? ഇപ്പൊ അവൈലബിൾ ഡേറ്റ്സ് എപ്പോഴാ ആഷൻ? മെയിൽ ആണോ? മെയിൽ ആണെങ്കിൽ ചാൻസസ് ആർ ലെസ്, നീ സേഫാ. ഇഫ് ഇറ്റ് ഇസ് ജൂൺ ആണെങ്കിൽ മാത്രം ഒന്ന് ആലോചിച്ച് ഡിസൈഡ് ചെയ്യാം. ജൂൺ ഫസ്റ്റ് വീക്സിലൊക്കെ ആണെങ്കിൽ വലിയ കുഴപ്പം കാണത്തില്ല. ആഷ്നൻ മനസ്സിലായോ? എടാ ഈ മെയിൽ എന്തെങ്കിലും ഉണ്ടോ ഓറിയന്റേഷൻ എവിടെങ്കിലും? ഇപ്പൊ ഓൺലൈൻ ആണെന്ന് തോന്നുന്നു. സോ ഓൺലൈനിൽ ഐ തിങ്ക് ലാസ്റ്റ് ഒരു ഓറിയന്റേഷൻ ബാച്ച് ഞാൻ എടുത്തതില് മറ്റേ മധ്യപ്രദേശിൽ നിന്നൊക്കെ ഉണ്ടായിരുന്നു. എടാ ജോർജ്, ലാസ്റ്റ് ഓറിയന്റേഷൻ ബാച്ച് മധ്യപ്രദേശിലൊക്കെ ഉണ്ടായിരുന്നു, നമ്മുടെ ഇവിടുത്തെ കേരളയില്. സോ ഐ തിങ്ക് യു ഹാവ് ദാറ്റ് ഓൾ ഇന്ത്യ തിങ്. എത്ര ദിവസം ആഷൻ? 24th തുടങ്ങിയാൽ how many days? സേഫ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കുടുങ്ങിയ. So wait, Ashin, what about your preparation? അത് പറഞ്ഞില്ല. അതെ ജോർജ്, that's correct. What about your preparation? പഠിത്തം നീ പറഞ്ഞില്ല. May attempt ആയിരുന്നു ആഷൻ. Were you in May attempt? അതിന്റെ പ്രിപ്പറേഷൻ എങ്ങനെയുണ്ട് അത് നീ പറ ആദ്യം. ഹൗ ഇസ് യുവർ പ്രിപ്പറേഷൻ? ബോത്ത് ആണോ? ഫസ്റ്റ് ഗ്രൂപ്പ് ആണോ? സെക്കൻഡ് ഗ്രൂപ്പ് ആണോ? വാട്ട് ഇസ് ദി സ്റ്റാറ്റസ്? അത് സെറ്റ് ആണോ? അതിലെന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ കൂടുതൽ നീ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം. സെക്കൻഡ് ഗ്രൂപ്പ് ഇന്റർ ആയിരിക്കുമല്ലോ. സോ അതെങ്ങനെയുണ്ട്? അത് സെറ്റ് ആക്കിയോ? ലൈക്ക് ഒരു റൗണ്ട് പഠിത്തമൊക്കെ കഴിഞ്ഞോ? ഇസ് ദാറ്റ് ഓവർ? Then you can afford to join, I guess. എങ്കിൽ കുഴപ്പമില്ല. എന്നാ ആഷ്നെ നീ സെറ്റ് ആക്കുന്നല്ലേടാ നല്ലത്. വാട്ട് ഇഫ് പെട്ടെന്നൊരു എല്ലാം എന്താ പറയാ
ജൂണിലൊരു നോട്ടിഫിക്കേഷൻ വന്നാൽ others what you say to him? നീ സെക്കൻഡ് ഗ്രൂപ്പ് സെറ്റ് ആക്കിയിട്ട് ഇതിലേക്ക് പോകുന്നതല്ലേ ബെറ്റർ? ഓർ അതിന്റെ കൂടെ പഠിക്കാൻ പറ്റുമെങ്കിൽ ദാറ്റ്സ് ഫൈൻ. ഓക്കെ ആഷൻ, എന്തായാലും May 24th വരെ ഉണ്ടല്ലോടാ സമയം. അതിനു മുമ്പ് തീർക്കാൻ പറ്റുമെങ്കിൽ രജിസ്റ്റർ ചെയ്യണം. ഓക്കെ, ദാറ്റ്സ് വാട്ട് ജോർജ്. എനിക്കും അതാണ് തോന്നിയത്, നീ പറഞ്ഞത് തന്നെയാണ് തോന്നിയത്. അലോങ് വിത്ത് ദാറ്റ് ചിലപ്പം സ്റ്റഡീസ് പോകത്തില്ല. സോ പറ്റും ഹാസിൽ. ITT ആൻഡ് ഓറിയന്റേഷൻ യു ക്യാൻ. ഒരു ഗ്രൂപ്പ് പാസ്സായാൽ ആർട്ടിക്കിൾഷിപ്പിന് കയറാം ഇപ്പം. സോ വൺസ് യു പാസ്, ഇല്ല പാസ്സാവണമെന്ന് പോലും ഇല്ല, ഇന്റർ സ്റ്റുഡൻസിന് ചെയ്യാം. ഒരു ഗ്രൂപ്പ് പാസ്സായാൽ ഓഫ് കോഴ്സ് യു ക്യാൻ ഡു, ചെയ്യാം. Akshay, don't do. Are you in new syllabus or old syllabus, Akshay? Inter final. എനിക്ക് ഇത്രയും ഡീറ്റെയിൽ താ. Inter new. എടാ, compilation means past exam questions മാത്രം നോക്കിയിട്ട് ന്യൂ സിലബസ് ഓഡിറ്റിങ്ങിന് പോയാൽ പ്രശ്നം പറ്റുന്നത് സ്റ്റഡി മെറ്റീരിയലിലെ മുക്കിനും മൂലയ്ക്ക് എവിടെന്നെങ്കിലും ചോദിക്കാറുണ്ട് ഇപ്പം. എസ്പെഷ്യലി ഇപ്പൊ കോൺസെപ്റ്റ് അറിയണം. സോ മഗ്ഗിങ് അപ്പിന് കഴിഞ്ഞ കുറെ അറ്റംപ്റ്റിലെ ക്വസ്റ്റ്യൻസ് എടുത്ത് കൂട്ട. ഇഫ് യു മഗ് അപ്പ് ആൻഡ് സ്റ്റഡി അക്ഷയ്, ചിലപ്പോ അത് റിസ്ക് ആവും അക്ഷയ്. സോ I feel don't do that. George, you want to advise him, George? George final ana, so he will advise you. So Akshay, try not to do that. Okay. ആരോ ഒരാൾ എനിക്ക് മെസ്സേജ് അയച്ചു. അലിഫ്യ, അലിഫ്യ 6 ഡേയ്സിന്റെ പ്ലാൻ അലിഫ്യക്ക് വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ, 6 ഡേയ്സിന്റെ പ്ലാൻ വർക്ക് ചെയ്തില്ലെങ്കിൽ അലിഫ്യ യു ക്യാൻ എക്സ്റ്റെൻഡ് ഇറ്റ്. സി അലിഫ്യ, വാട്ട് ഐ മെന്റ് ഇസ്, സ്റ്റഡി ലീവൊക്കെ ആണെങ്കിൽ 4+4 വർക്ക് ചെയ്യും. സ്റ്റഡി ലീവ് അല്ല, ഇപ്പൊ അലിഫ്യക്കും നഫീസനെ പോലെ ആർട്ടിക്കിൾഷിപ്പ് ചെയ്യുവാണെങ്കിൽ ആദ്യത്തെ 8 days ഒരു സബ്ജക്ട് ഒരു ഗ്രൂപ്പ്, ഐ മീൻ 4 സബ്ജക്ട്സ് ഇൻ 1 ഗ്രൂപ്പ്. അടുത്ത 8 ദിവസം അടുത്ത സബ്ജക്ട് in next group. Did you hear? Alifia, did you hear that? Okay. Anything else I missed out? Hari, ഞാൻ എന്തെങ്കിലും മിസ് ചെയ്തോ ഹരി ചാറ്റില്? ഇല്ല മാഡം, സോ ഫാർ നത്തിങ്. ഡിയർ സ്റ്റുഡൻസ്, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. ഫൈനൽ ഓഡിറ്റിങ്ങിന്റെ പ്രയോറിറ്റി എങ്ങനെയാ എന്നുവെച്ചാ, ജേസൺ, വാട്ട് ഡിഡ് യു ചാപ്റ്റർ വൈസ് നീ എനിക്ക് വാട്സാപ്പ് ചെയ്യും, ഞാൻ അതിന്റെ ലിങ്ക് അയച്ചു തരാം. യു ക്യാൻ സി ചാപ്റ്റർ വൈസിന്റെ വെയിറ്റേജ് ഞാൻ പറഞ്ഞുതരാം. അത് ഐ വിൽ സെൻഡ് യു. യു ക്യാൻ ജസ്റ്റ് വാട്സാപ്പ് മീ. സോ പിള്ളേരെ, ഒരു മിനിറ്റ് ബിഫോർ യു ഷൂട്ട് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലെറ്റ് മീ ടെൽ യു, ഉള്ളവരെ എനിക്ക് റെസ്പോൺസ് തരണേ. വൺസ് യു ഹിയർ May attempt അത് ജൂണിലാവാം, ജൂലൈയിലാവാം, ഓഗസ്റ്റിലാവാം, മേ ബി നിങ്ങളൊക്കെ പറയുന്ന പോലെ അത് നവംബറിന്റെ അവിടെ ചിലപ്പം ക്ലബ് ചെയ്യാം, എന്ത് വേണോ ആവാം. ബട്ട് എപ്പം ഈ അറ്റംപ്റ്റ് വന്നാലും നിങ്ങൾ പാസ് ആവണം with this extended time, extended preparation. Did you hear what I said? We will pass May 21 ആയിരിക്കണം നമ്മളുടെ goal. Did you hear that? Agree ചെയ്തോ? അത്രേ ഉള്ളൂ. We will pass May 21 and I will be waiting for your message. Okay, എപ്പം ഈ അറ്റംപ്റ്റിന്റെ ഇത് നടന്നാലും I will be waiting. ഇപ്പൊ ഓൾറെഡി സമയമായി പോയി. എൻ്റെ അടുത്തൊരു ചെറിയ വീഡിയോ ഉണ്ടായിരുന്നു,
ഒന്നുമില്ല, ഒരു ജസ്റ്റ് ഒരു മോട്ടിവേഷന്റെ വീഡിയോ ആയിരുന്നു. ബട്ട് ഓൾറെഡി ഇറ്റ്സ് 10 ക്രോസ്. ഡു യു വാണ്ട് ടു സീ ദാറ്റ്? ചെറിയൊരു വീഡിയോ. യു വാണ്ട് ടു? വലുതായിട്ടൊന്നുമില്ല. ഒരു സെക്കൻഡ്, 1 സെക്കൻഡ് വെയിറ്റ് ചെയ്യണേ. ഹരി, എനിക്ക് സൗണ്ട് കേൾക്കുന്നുണ്ടോ, സ്ക്രീന് കാണുന്നുണ്ടോ എന്ന് ഹെൽപ്പ് വേണം ഹരി. പറഞ്ഞോ മാഡം. സ്ക്രീൻ ഇസ് വിസിബിൾ. വിസിബിൾ ആ മാഡം, കേൾക്കുന്നുണ്ട്. ഓക്കെ, ഇവിടെ ഉണ്ടോ ആൾക്കാര്? അത് കണ്ട് ഉറങ്ങിപ്പോയില്ലല്ലോ. ഒന്നുമില്ല, ചെറിയൊരു വീഡിയോ ഉണ്ടായിരുന്നു. സോ ഐ ജസ്റ്റ് തോട്ട് ഐ ഷോഡ്. സോ ട്രസ്റ്റ് യുവർ സെൽഫ്. നിങ്ങളാണ് നിങ്ങളെ വിശ്വസിക്കേണ്ടത്. സോ whenever is the attempt, you will pass your exams. So anything else, I will give you my WhatsApp number. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഹരി will also give the number. എൻ്റെ നമ്പർ അറിയാമേലാത്തവര് here, this is my number. എൻ്റെ വാട്സാപ്പ് നമ്പർ ആണ്. So you can WhatsApp me anytime. എന്തെങ്കിലും ഇതുപോലെ ഇപ്പം ആരോ ചോദിച്ചിരുന്നു, ജേസൺ, he asked me where ആരും ചോദിച്ചിരുന്നു. You can WhatsApp me for the other details. Okay, ഇതിപ്പോ ജനറലി ആണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. ഹരി, you can also leave your number if they want to contact. Okay madam. So anything else students? ഞാൻ മൈൻഡ് അപ്പ് ചെയ്യുന്നതിനും അത് ചോദിക്കട്ടെ. Anything else you want me to clarify or anything else you want to add? No? So Padakka, yeah. So that is Hari's number. So
Sri Lakshmi, costing in the karyam, like I said for accounts, most probably നിങ്ങൾക്ക് miss out ആവുന്നത് timing ആയിരിക്കാം. 100% I'm not sure, but still costing in the prashnam on the concept. If the concept is clear, answer to the question. If that is also clear, you may not be writing 100 marks. ഒരു 70k എഴുതി പാസ്സാവും അങ്ങനെ വല്ലോ ആയിരിക്കാം ശ്രീലക്ഷ്മി. ഈ മൂന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒന്ന് കോൺസെപ്റ്റ്, ഒന്ന് ആൻസറിങ് ടു ദി ക്വസ്റ്റ്യൻ. ചോദിച്ച ഒന്നായിരിക്കും, നമ്മൾ ചെയ്ത വേറൊന്നായിരിക്കാം. Or maybe you are not writing 100 marks. Time. Okay, Ano Sri Lakshmi? Okay. Salman, you can message me, Salman. Specific, അത് പറയാൻ തുടങ്ങിയാൽ, specific on auditing in the weightage, coverage. I'll take half an hour. So you just WhatsApp me, Salman, I'll do that. Okay. So anything else? So thanks a lot, Hari and Logic, for this. എന്താ പറയാ, ഇങ്ങനെ ഒരു സെഷൻ അറേഞ്ച് ചെയ്യുന്നതിൽ എന്താ പറയാ, ഐ എം ഓൾസോ വെരി ഹാപ്പി. ഈ സെഷൻ കുറച്ചെങ്കിലും ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും യൂസ്ഫുൾ ആയിരുന്നുവെങ്കിൽ ഇനി ആയിരിക്കുമെങ്കിൽ for your future studies, future plans, I would be really happy. Yeah, thanks അങ്ങോട്ടും ഉണ്ട് ജോർജ്. So all of you, thanks a lot. And Hari, you can take over. And at the same time, be safe, take care of yourself, take care of your family. Adana prime important now. Exam inde karyam aalochichu, don't worry. Everything will fall in time. Okay, so keep in mind, nammal May aanengilum November aanengilum attempt, we will pass. Okay, so God bless you all. So take care.